അപ്പൊ ക്രിസ്മസിന്റെ തലേന്നായിട്ട് നിങ്ങളും എല്ലായിടത്തായിരിക്കും. ഞാൻ ഫസ്റ്റിനായിട്ട് വന്നേക്കാണ്. അപ്പൊ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഞങ്ങളും അടിച്ചു പൊളിക്കാനാണ്. ഒരു ദിവസമാണ് നമ്മുടെ ലീവ്. എന്റെ ലീവ് വന്നിട്ട് ഒരു ദിവസമാണ്. അപ്പൊ ആ തക്കം നോക്കി ഞാൻ ഫസ്റ്റിനാട്ടേക്ക് വന്നതാണ്. ഫസ്റ്റിനാകുമ്പോ എനിക്ക് വന്നപ്പോ എനിക്ക് അപ്പവും മീൻകറിയും വെച്ചപ്പോ അപ്പൊ അതും കഴിച്ചിട്ട് ഇച്ചിരി കട്ടൻ ചായയും കുടിച്ചിട്ട് ഞാൻ ഇരിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ പരിപാടി എന്താണ്? ഞങ്ങക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കരോള അടിച്ചു പൊളിക്കാൻ വേണ്ടി ഓരോരോ വീടുകളിലേക്ക് പോയൊക്കെ ഇരിക്കും. ഞങ്ങക്ക് മെയിൻ ആയിട്ട് വെക്കേഷൻസ് തന്നെ. നിങ്ങക്ക് ഇപ്പൊ ഇവിടെ കരോളൊക്കെ വരാറുണ്ടല്ലേ? ഇപ്പൊ കരോളൊക്കെ വന്ന് പോയുള്ളൂ. വീട്ടിൽ പോകാനായിട്ട് ഉമ്മ അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഉമ്മച്ചി അവിടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ക്രിസ്മസിന്റെ തലേന്ന് നമ്മൾ ഇവിടെയാണ് കൂടാതെ ക്രിസ്മസ് ഇവിടെ. അതെ, നാളെ രാവിലെ എണീച്ച് പോണം. നാളെ രാവിലെ വെളുപ്പിന് സമയം നോക്കിയിട്ട് എണീറ്റ് പോകണ്ടെന്നാണ് ക്രിസ്മസിന്റെ രാവിലെ തന്നെ. പിന്നെന്താ ഞാൻ വന്ന് ഫസ്റ്റിന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റിന് നല്ല ചാള വറുത്ത് അതിന്റെ വെളിച്ചെണ്ണ അവിടെ വെച്ചിട്ട് അതിന് ഇച്ചിരി ചോറ് തിന്നാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ നമുക്കത് കഴിക്കാൻ പോവാം. നീ അപ്പൊ കണ്ടെന്നാണ് അവള് നോക്കിയത്. ഞാൻ ചാള വറുത്തത് നീ അപ്പൊ കണ്ട് അതല്ലേ നീ ആലോചിച്ച്. ഫുഡിന്റെ കാര്യമായിരുന്നു. ഞാൻ ഫുഡാണ് നമ്മുടെ മെയിൻ. എന്ത് കിട്ടിയാലും നമ്മൾ തിന്നും. അപ്പൊ വന്ന പാടെ നമ്മളൊരു പ്ലം കേക്ക് കഴിച്ചു. ചായ കുടിച്ചു. അപ്പവും മീൻകറി നിന്നു. ഇനിയിപ്പോ ഫസ്റ്റിന് ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇച്ചിരി ചോറ് ഇട്ട് തിന്നണം. അങ്ങനെ വിചാരിച്ചിരിക്കണം. നമുക്ക് അപ്പൊ അടുക്കളയിലേക്ക് പോവാം. ഞാൻ ക്രിസ്മസ് വിഷയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നല്ല പ്ലേസിൽ വന്ന് കുറച്ച് ചളിപ്പ് ഇങ്ങനെ ചളിപ്പിറക്കോ? ചളിപ്പ് ഇല്ലേ? തിന്നിട്ട് പറയാം. നിന്നിട്ട് പറയാം. ചട്ടിക്ക് പോരാ അവള്. മീൻകറിയിൽ നിറച്ച് പോയില്ലാന്ന് പറഞ്ഞു. ഫസ്റ്റ് എനിക്ക് കപ്പങ്ങ അതേ കട്ട് ചെയ്ത് തരുന്നുണ്ട്. കാരണം പിന്നെ അതെങ്കിൽ അത് എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചടക്കള മീൻകറി മീൻ വറുത്തത് വെളിച്ചെണ്ണ എനിക്ക് തരുന്നില്ല. സോ ഞാൻ മുഖത്ത് കുരു വരുന്നു. എന്ത് സ്നേഹമുള്ള എത്താത്ത നിങ്ങൾക്കുണ്ടാ? കണ്ടതിനാ രണ്ടും കിട്ടണം വെച്ച് അറിയുന്നുള്ളു. വേറെ കുഴപ്പമൊന്നുമില്ല. വീഡിയോയില് കാണുമ്പോ എന്താ സ്നേഹം. ഫോണ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ കിട്ടണ വെച്ചാണ് എറിയ. അത്രക്കും സ്നേഹമുള്ള പുത്രികളാണ് ഞങ്ങൾ. ഫസ്റ്റ് ഇപ്പൊ കഴിക്കുന്നത് ഏതാ? വൈറ്റമിൻ ഏതാ? എനിക്കും അറിയില്ല. ഞാൻ വെറുതെ ചോദിച്ചാ. ഇതിലെന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അല്ലാണ്ട് ഇതിലെന്തുണ്ടെന്ന് എനിക്കറിയില്ല. ഇരുന്ന് തിന്നാ തണുപ്പുള്ള കാരണം വേറെ തണുപ്പുണ്ട്. എന്റെ തൊണ്ട വേദന കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ തൊണ്ട ഓപ്പൺ ആയോ. അവർക്ക്